ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്ന് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു സ്നാക്സാണ്. ചായയുടെ കൂടെ കഴിക്കാൻ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ്. ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് 2-3 വെള്ളത്തിലൊന്ന് വെള്ളം തെളിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ തന്നെ ഞാൻ ഉഴുന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ആ ഉഴുന്നിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 വിസിലാവുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനി നമ്മളിത് കുതിർത്തിട്ടാണ് വേവിക്കുന്നതെങ്കിൽ ഒരു വിസിലിൽ തന്നെ ഇത് വെന്ത് കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ഉഴുന്നൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് പോകരുത് കേട്ടോ. നമ്മളിതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലേ ആകാവൂ. ഒരുപാടങ്ങ് വെന്ത് പോകരുത്. ഇനി നമ്മൾ ഈ ഉണ്ടാക്കുന്ന സ്നാക്സിനനുസരിച്ച് ഉഴുന്നിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മുടെ കയ്യിൽ അരക്കപ്പ് ഉഴുന്നുള്ളെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്നെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ളതാണ്. കുറേശ്ശെ വെള്ളം ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ മാത്രമേ നമ്മളിത് ചെയ്തെടുക്കാവൂ കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത്. ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഉഴുന്നൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉഴുന്നെടുത്ത അതേ കപ്പിന് 2 കപ്പാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് 1/2 ടീസ്പൂണിലും താഴെ കായപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നെയ്യില്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ഉഴുന്നിൻ്റെ ആ ഒരു നനവിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉഴുന്നിനകത്ത് വെള്ളം കുറച്ച് വേണം അരച്ചെടുക്കാൻ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അരിപ്പൊടി ഉണ്ടായിട്ട് വരും. ഒരുപാട് അരിപ്പൊടി ഇടുമ്പോൾ നമ്മുടെ ഈ സ്നാക്സിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ. അരിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഉഴുന്ന് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചതച്ചിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിത് കുഴച്ച് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മുളക് പൊടിയും മസാലയൊക്കെ ചേർത്തിട്ട് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മാവ് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സേവനാഴിയാണ് കേട്ടോ. സേവനാഴിയുടെ ഈ ഒരു അച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മധുരസേവയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ച്. ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിനെക്കാട്ടിലെ വലിയ ഹോൾസുള്ള അച്ചാണ് വേണ്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് പീച്ചെടുക്കാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ ഹോൾസ് കുറഞ്ഞ 2-3 ഹോൾസൊക്കെ ഉള്ള ആ ഒരു അച്ച് വെച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അച്ച് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറേശ്ശെ മാവ് ഇതുപോലെ ഉരുട്ടി അതിലേക്ക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മുറുക്കി കൊടുത്തിട്ട് നമുക്കിത് പീച്ചിയെടുക്കണം. മാവ് നമ്മൾ പീച്ചെടുക്കുന്നതാണ്ട് ഇതുപോലെ 2 സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരുപാട് ഹോൾസുള്ള ആ ഒരു കണ്ണോപ്പയും അതുപോലെ തന്നെ ഒരു ചട്ടുകമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിലേക്കൊന്ന് തടയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെറിയ രീതിയിലൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ആ എൻഡൊക്കെ ഇതുപോലൊന്ന് ഒട്ടിച്ചു വെച്ച് കൊടുക്കണം. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എൻഡൊക്കെ ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേ പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊക്കെ എടുത്ത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ആ ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇതേ രീതിയിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുകൾ വശവും പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂത്ത് കിട്ടും.
എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യം നമ്മളിത് ഇട്ട് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഉടനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. രണ്ടും ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു കളറിലേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഈ ഒരു കളർ ആവുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മൂത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഞാനിതൊന്ന് കോരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ ചെയ്തെടുത്തേക്കുന്നത് ഒരു പ്ലേറ്റിലാണ് കേട്ടോ. പ്ലേറ്റിൽ ഇതുപോലെ ഞാനൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ചട്ടുകം കൊണ്ട് കണ്ട് ഇതേപോലെ കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സൗകര്യം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതാണ് എളുപ്പമെന്ന് തോന്നുന്നത് ആ ഒരു രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉഴുന്നൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ അതാണ്ട് അതും നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലേ, നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.